സ്റ്റുഡൻസ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണക്ക് നമുക്ക് ചെയ്യാം അല്ലേ, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കണക്ക് ചെയ്യാം, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എന്താണ്, ഏണിങ്സും അതേമാതിരി തന്നെ നമ്പർ ഓഫ് പേഴ്സൺസുമായിട്ടുള്ള കണക്കാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മളോട് എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്, വാട്ട് കൺക്ലൂഷൻ ക്യാൻ യു അറേ അബൌട്ട് ദ റിയലബിലിറ്റി ഓഫ് ദി സാമ്പിൾ. റിയലബിലിറ്റിയെ പറ്റി നമുക്ക് എന്ത് കൺക്ലൂഷനാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ, അതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കണക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാവരും. അപ്പോൾ നമുക്ക് കണക്ക് ചെയ്യാം കേട്ടോ, ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം അതിൽ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്, നമ്മളിവിടെ നൾ ഹൈപ്പോത്തിസിസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ H0 അല്ല, H0 എന്നുള്ളതാണ് നമ്മൾ H0 അല്ലെങ്കിൽ H0 അല്ലെങ്കിൽ H0 എന്നുള്ളതാണ് നൾ ഹൈപ്പോത്തിസിസ് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് സാമ്പിളിൻ്റെ വലിപ്പം നോക്കൂ, 1000 ഉണ്ട്. അപ്പം നമ്മൾ എന്തായാലും സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. സെറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണാം. കാൽക്കുലേഷൻ ഓഫ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക വെച്ചെങ്കിൽ നമുക്ക് ഡാറ്റാസ് തന്നിട്ടുണ്ട്, ഏണിങ്സും എഫും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കാണാം, ഏണിങ്സ് തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80. ഇത്രയാണ് നമുക്ക് ഏണിങ്സ് തന്നിരിക്കുന്നത് അല്ലേ. 70 to 80 വരെയാണ് തന്നിരിക്കുന്നത്. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 50, 100, പിന്നെ എത്ര 150, 150, 200, 200, പിന്നെ 100, 100, 100. ഇങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി തന്നിരിക്കുന്നത് അല്ലേ. ഇതിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാണണം അല്ലേ. നമുക്ക് ചെറിയ ഫിഗറുകളാക്കിയിട്ട് ചെയ്യാം അല്ലേ. ചെറിയ ഫിഗറുകളായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ഫിഗറുകളായിട്ട് കിട്ടും. ആദ്യം നമുക്ക് എക്സ് കാണാം. എക്സ് എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂ അല്ലേ. ഇത് രണ്ടും കൂടി കൂട്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. 0 + 10 ഡിവൈഡഡ് ബൈ 2 അല്ലേ, 5, പിന്നെ 15, 25, 35, 45, 55, 65, 75. ഇത്രയാണ് നമ്മുടെ എക്സ് വരിക അല്ലേ. ഇനി ഡി ഡാഷ് കാണുക. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ബൈ സി. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ, അസ്യൂംഡ് വാല്യൂ ആയിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുകയാണ് വേണ്ടത് അല്ലേ. അപ്പം നമുക്കതിൽ ഏതാണ് എടുക്കേണ്ടത്, നല്ലത് മിഡിലായിട്ട് കാണുന്ന ഏതെങ്കിലും 45 എടുക്കാം. നമ്മൾ 45 ആണ് ഇവിടെ എടുക്കുന്നത്. 45 എടുക്കുന്നു കേട്ടോ. അപ്പോൾ എക്സ് മൈനസ് എ ബൈ സി എന്ന് പറയുമ്പോൾ -4. സി പറഞ്ഞ ക്ലാസ് ഇൻ്റർവെൽ, ക്ലാസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്, 10 അല്ലേ. അപ്പം -4, -3, -2, -1, 0, 1, 2, 3 ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. ഡി ഡാഷ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എഫ് ഡി ഡാഷ് ആണ് ചെയ്യേണ്ടത്. എഫ് ഇൻറ്റു ഡി ഡാഷ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ 50 × 4 എത്രയാണ് വരിക, -200. പിന്നെ പറയൂ 3 × 100 -300. പിന്നെ -300 തന്നെ വരും. പിന്നെ ഇവിടെ -200 വന്നു. പിന്നെ എത്ര വരും, 0, 100, 200, 300 ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. ഇനി എഫ് ഡി ഡാഷ് സ്ക്വയർ അതെങ്ങനെയാണ്, എഫ് ഡി ഡാഷ് ഇൻറ്റു ഡി ഡാഷ് ചെയ്താൽ എഫ് ഡി ഡാഷ് സ്ക്വയർ കിട്ടിയില്ലേ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇൻറ്റു ചെയ്യേണ്ടത്, 200 ഇൻറ്റു -200 ഇൻറ്റു -4 പ്ലസ് 800, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലേ. -900 വന്നു, പ്ലസ് ആവും 600, 200, 0, 100, 400, 900 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. അപ്പം നിങ്ങളിവിടെ മൈനസൊക്കെ കൂടി കൂട്ടുക, എന്നിട്ട് പ്ലസ്സും കൂട്ടി വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ഇടുക കേട്ടോ. അപ്പം -400 ആണ് നമുക്കിവിടെ കൂട്ടുമ്പോൾ വരുന്നത്. ഇവിടെ 3900 ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. 3900 ആണ് വരിക. പിന്നെ എഫിൻ്റെ ടോട്ടലും കൂടി കാണണം. എഫിൻ്റെ ടോട്ടൽ നമുക്ക് കാണേണ്ട ആവശ്യമില്ല, നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് 1000 ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 പേഴ്സൺസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 1000 ആണ് വരിക.
അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ടേബിൾ കണ്ടുപിടിച്ചത് അല്ലേ. ഇനി ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് വേണ്ടത്. മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. ഇതല്ലേ നമ്മുടെ സമവാക്യം, മീൻ കാണാനുള്ള സമവാക്യം. മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി ആണ് വരിക അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂംഡ് മീനിനെയാണ് എ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 45 പ്ലസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ -400 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു സി പറഞ്ഞാൽ 10. ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം 10 അല്ലേ വരുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്യാം. 45 പ്ലസ് ഇതൊക്കെ ക്യാൻസൽ ചെയ്യൂ, 0 ഒക്കെ വെട്ടിപ്പോകും അല്ലേ. അപ്പം -4 വന്നു. അപ്പോൾ 41 ആണ് നമ്മുടെ ആൻസർ വന്നത്. 41 മീൻ ഈസ് ഈക്വൽ ടു 41. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം അല്ലേ. നെക്സ്റ്റ് കാണാനുള്ളതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ. എസ് ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് ബൈ എൻ ഹോൾ സ്ക്വയർ ഇൻറ്റു സി. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൽ ചെയ്യുമ്പോഴത്തെ ഇക്വേഷൻ ഇതാണ്. അപ്പം സിഗ്മ എഫ് ഡി ഡാഷ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എത്രയാണ് വരുന്നത്? 3900 അല്ലേ. 3900 ഡിവൈഡഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ 1000 മൈനസ് സിഗ്മ എഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ -400 ഡിവൈഡഡ് ബൈ 1000 ഹോൾ സ്ക്വയർ ഇൻറ്റു 10. ഇങ്ങനെയല്ലേ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് വരിക. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 3 സ്ഥാനം നീക്കണം അല്ലേ. 1 2 3. അപ്പം അങ്ങനെ വന്നു. റൂട്ട് ഓഫ് 3.900 മൈനസ് ഇവിടെ സ്ക്വയർ കണ്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം അല്ലേ. സ്ക്വയർ കണ്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരിക 0.16 ആണ് വരിക. അത് ഇൻറ്റു 10. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ വരിക വെച്ചെങ്കിൽ റൂട്ട് ഓഫ് 3.74 ഇൻറ്റു 10 വന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 19.34 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇതിൻ്റെ ആൻസർ വരെ എത്രയാണ്? 19.34 എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു കേട്ടോ. ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഭാഗം പറയാം. ഇനി സാധാരണ മാതിരി നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കുക. അത്രമാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സമവാക്യം സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 19.34 അല്ലേ. 19.34 ഡിവൈഡഡ് ബൈ റൂട്ട് 1000. അപ്പോൾ എത്ര വരും? അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. 0.61 വരും. 0.61 ആണ് അതിൻ്റെ വാല്യൂ വരിക. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത് 0.61 വന്നു. ഇനി സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതല്ലേ നമ്മുടെ സമവാക്യം. അപ്പോൾ അതിൽ കൊടുക്കുക സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? എക്സ് ബാർ എന്ന് പറയുന്നത് 41 മൈനസ് 42 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ 0.61 അല്ലേ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -1.64 ആണ് വരുന്നത് കേട്ടോ. 1.64. ഇനി നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രയാണ്? നമ്മളോട് ടേബിൾ വാല്യൂ പറഞ്ഞിട്ടില്ല, കണക്കിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എഴുതുക ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ടേബിൾ വാല്യൂ ഓഫ് സെറ്റ് 5% level of significance. 5% level of significance.
അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്കറിയാം 0.05. സെറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റീവാണ്. ഇൻഫിനിറ്റീവിൽ 0.05 നോക്കുക. അപ്പോൾ 0.5 നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണക്കിലൊക്കെ നോക്കിയതല്ലേ 1.96 ആണ് വരിക. അപ്പോൾ ടേബിൾ വാല്യൂ ഈസ് ഈക്വൽ ടു 1.96 ആണ് വരിക അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ കൂടുതൽ എന്ന് നമ്മൾ നോക്കുകയാണ് പറയുന്നത്. അപ്പോൾ 1.64 എവിടെ ഉള്ളൂ, ഇവിടെ 1.96 ഉണ്ട് അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ അല്ലേ, ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. കാൽക്കുലേറ്റഡ് വാല്യൂ ഇവിടെ എന്താ വന്നിരിക്കുന്നത്, ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ലെസ് ദാൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആക്സെപ്റ്റ് ചെയ്യുക. വി ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ്. അപ്പം നമ്മളവിടെ ആക്സെപ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദി ടേബിൾ വാല്യൂ, സോ വി ക്യാൻ ആക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് സാമ്പിൾ ഈസ് കൺസിഡേർഡ് റിയലബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദി സാമ്പിൾ ഈസ് കൺസിഡേർഡ് ടു ബി എ റിയലബിൾ. സാമ്പിൾ എന്ന് പറയുന്നത് റിയലബിൾ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതിലത്തെ ചെയ്യാം, അത് കഴിഞ്ഞ് നെക്സ്റ്റ് മെത്തേഡിലോട്ട് പോവാം അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ പറയാം, നോക്കുക, എഴുതെല്ലാവരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ലൈഫ് ഓഫ് എത്രയാണ്, ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ്സ് 26 electric bulbs were found to be 1200 hours with a standard deviation എന്ന് പറയുന്നത് 150 hours ആണ് വരുന്നത്. ടെസ്റ്റ് വെദർ these bulbs could be considered എന്താണ് ഇതിൽ കൺസിഡർ ചെയ്യാൻ പറയുന്നത്, as a random sample from a normal population with a mean 1300 hours. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ആവറേജ് ലൈഫ് ഓഫ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആവറേജ് ലൈഫ് ഓഫ് നിങ്ങളിവിടെ ശ്രദ്ധിക്കുക 26 ഇലക്ട്രിക് ബൾബ്സ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ 26 ആണ് പറഞ്ഞത്. 26 എന്ന് പറഞ്ഞാൽ 30യുടെ ബിലോ ആണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യണം, ടി ടെസ്റ്റ്. അപ്പോൾ നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ഏതാണ്, ടി ടെസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ 30 ബിലോ ആണ്, അപ്പോൾ ടി ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ദി ആവറേജ് ലൈഫ് ഓഫ് 26 ഇലക്ട്രിക് ബൾബ്സ് were found to be 1200 hours with a standard deviation 150. Test whether these bulbs could be considered as a random sample
ഫ്രം എ നോർമൽ പോപ്പുലേഷൻ വിത്ത് എ മീൻ എന്ന് പറയുന്നത് 1300 ഹവേഴ്സ് തന്നിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മളിതൊരു ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സാമ്പിളിൻ്റെ എണ്ണം കുറവാണ്. അപ്പം നമ്മളിവിടെ എന്ത് അപ്ലൈ ചെയ്യണം? ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യണം. സെറ്റ് ടെസ്റ്റ് അല്ല നമുക്കിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് ടി ടെസ്റ്റ് ആണ് എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഇതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പം നമുക്ക് എഴുതാം. ആദ്യം H0 അല്ലെ, H0 നൾ ഹൈപ്പോത്തിസിസ് അല്ലേ. H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തിസിസ്. മ്യൂ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1300 തന്നിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട് ഹിയർ എഴുതാം. ദി സാമ്പിൾ ഈസ് സ്മോൾ, സാമ്പിൾ ഈസ് സ്മോൾ, സോ we can apply the t-test. ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സാമ്പിൾ ഈസ് സ്മോൾ, സോ വി ക്യാൻ അപ്ലൈ ദി ടി ടെസ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ ടി ടെസ്റ്റ് കാണാനുള്ള സമവാക്യം എഴുതാം. ടി ഈസ് ഈക്വൽ ടു, ടി ടെസ്റ്റ് എങ്ങനെയാണ് കാണുക വെച്ചെങ്കിൽ എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. നമ്മുടെ ഇക്വേഷൻ, ടി ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷനാണ് എക്സ് ബാർ മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ എക്സ് ബാർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? എക്സ് ബാർ ഈസ് ഈക്വൽ ടു 1200 തന്നിട്ടുണ്ട്. മ്യൂ ഈസ് ഈക്വൽ ടു 1300 തന്നിട്ടുണ്ട് അല്ലേ. അതും തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ നമുക്കിവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സമവാക്യം, സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഇത് സ്മോൾ അല്ലേ. അപ്പോൾ സ്മോൾ ആകുമ്പോഴത്തെ ഇക്വേഷൻ ഉണ്ട് എസ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n-1 എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ഇക്വേഷൻ വേണ്ടത് കേട്ടോ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ റൂട്ട് n-1. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? എസ് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ, എത്രയോ തന്നിട്ടുണ്ട് ഇവിടെ. എത്രയാണ്? 150 ഹവേഴ്സ് അല്ലേ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 150 ഹവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 150 എസ് തന്നിട്ടുണ്ട്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ റൂട്ട് n-1, n എന്ന് പറഞ്ഞാൽ 26 - 1. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ റൂട്ട് 25. അപ്പോൾ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 30. സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞത് നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി അല്ലേ. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. ആ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ടി ഈസ് ഈക്വൽ ടു 1200 മൈനസ് 1300 ഡിവൈഡഡ് ബൈ 30 അല്ലേ. അപ്പം 100 ഡിവൈഡഡ് ബൈ 30 അല്ലേ. അപ്പോൾ 3.3 ആണ് ആൻസറായിട്ട് വരിക. -3.3 ആൻസറായിട്ട് വന്നു. -3.3 വന്നു. ഇനി നമ്മൾ ടി ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ സമവാക്യമുണ്ട് അല്ലേ. ഡിഗ്രി ഓഫ് ഫ്രീഡം, ടി ടെസ്റ്റ്, ഡിഗ്രി ഓഫ് ഫ്രീഡം, ഡിഗ്രി ഓഫ് ഫ്രീഡം. ടി ടെസ്റ്റിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ n-1. നമ്മുടെ സമവാക്യം എന്താണ്? ടി ടെസ്റ്റിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള ഇക്വേഷനാണ് n-1 ആണ് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ എത്രയാണ് പറയുന്നത്? 26 അല്ലേ. അപ്പോൾ 26 - 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു? 25 ആണ് വരിക കേട്ടോ. 26 - 1 എന്ന് പറഞ്ഞാൽ 25. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5% ആണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5%, that is 0.05. 0.05 ആണ് വരിക. ഇനി നമ്മൾ ടേബിൾ എടുക്കുക കേട്ടോ. ടേബിൾ നോക്കുക. 26ൽ എൻ്റെ നേരെ 0.05 എത്രയാണെന്ന് നോക്കുക. ടി ടെസ്റ്റ് ആ പേജ് നമ്പർ തന്നെ 13 അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 13ൽ തന്നെ മുകളിലായിട്ടാണ് ടി ടെസ്റ്റ് വരുന്നത് കേട്ടോ. ടി ടെസ്റ്റ് സെറ്റ് ടെസ്റ്റ് ഇൻഫിനിറ്റീവാന്ന് പറഞ്ഞു. ടി ടെസ്റ്റ് മുകളിൽ നമ്മൾ 25 അല്ലേ എന്നുള്ളത്. അപ്പോൾ എന്നെ ഇവിടെ 25 എടുക്കുക. എന്നിൻ്റെ ഇവിടെ 25. അതിൻ്റെ നേരെ ഇങ്ങനെ പോയിട്ട് 0.05 എത്രയാണ് എന്ന് നിങ്ങൾ നോക്കുക. അതിൻ്റെ നേരെ പോവുക. എന്നിട്ട് 2.060 ആണ് വരുന്നത്. അപ്പോൾ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.060. ടേബിൾ വാല്യൂ 2.060. എങ്ങനെ കാണുന്നത് മനസ്സിലായോ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ ചോട്ടിലേക്ക് ഇങ്ങനെ n25 എടുക്കുക. അതിൻ്റെ നേരെ 0.05 നോക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. അപ്പോൾ എത്ര കിട്ടുന്നു? 2.060 കിട്ടി അല്ലേ.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ ടേബിൾ വാല്യൂ ആണോ ഇവിടെ ഗ്രേറ്റർ, അതാ ഏതാണ് വരുന്നത് എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ 3 വരുന്നുണ്ട്, ഇവിടെ 2 വരുന്നത്. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ. നമ്മൾ മൈനസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട കേട്ടോ, അത് മാത്രം നമ്പർ നോക്കിയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് greater than the table value. കാൽക്കുലേറ്റഡ് വാല്യൂ അല്ലേ ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ സോ വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ് അല്ലേ, വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ്. സോ വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ്. ഇത്രയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി കുറേ കണക്കുകൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾ 1, 2, 3, 4 എണ്ണമൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ 3, 4 കണക്കുകൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട്, അപ്പോൾ ടി ടെസ്റ്റ് വരുമ്പോഴും സെറ്റ് ടെസ്റ്റ് വരുമ്പോഴും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെത്താൻ ചെയ്തു നോക്കുക, എന്നിട്ട് സംശയം വരികയാണെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു, ഇനി സെക്കൻഡ് മെത്തേഡ് പറയാം, ശ്രദ്ധിക്കുക കേട്ടോ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻസ്. ടെസ്റ്റിംഗ് സെക്കൻഡ് മെത്തേഡ്, testing the significance of difference between two population mean അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ദി ഇക്വാലിറ്റി ഓഫ് two population mean. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മെത്തേഡ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കുറേ പറയാനുണ്ട്, അത് പറഞ്ഞിട്ട് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ടെസ്റ്റിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻ, അല്ലെങ്കിൽ ദ ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ എന്നുള്ള ടോപ്പിക്കാണ് നെക്സ്റ്റ് പറയാൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് അപ്പ് നൾ ഹൈപ്പോത്തിസിസ്. ആദ്യം നമ്മൾ നൾ H0 എന്നുള്ളത് സെറ്റ് ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് സെറ്റ് അപ്പ് നൾ ഹൈപ്പോത്തിസിസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി 2 മീൻസ്. 2 മീൻസ് പറഞ്ഞാൽ μ1 ഈസ് ഈക്വൽ ടു μ2 അല്ലേ. ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഈക്വൽ അല്ലേ μ1ഉം μ2ഉം, 2 മീൻസാണ്. μ1 എന്ന് പറഞ്ഞാൽ ഒരു മീൻ, μ2 പറയുന്നത് വേറെ അല്ലേ. അപ്പോൾ രണ്ടും അതിൻ്റെ ഇക്വാലിറ്റി തുല്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. പിന്നെ വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ വെൻ ദി സാമ്പിൾ ആർ ലാർജ്, അത് നമുക്കറിയാം. രണ്ടാമത്തെ ഒന്ന് μ1 ഈസ് ഈക്വൽ ടു μ2 അല്ലേ നോക്കി. രണ്ടാമത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ സാമ്പിൾ ലാർജ്. ഇതിനെ ഷോർട്ടായിട്ട് പറയാമെന്ന് എഴുതി വെക്കുക കേട്ടോ. സാമ്പിൾ ലാർജ് ആണെങ്കിൽ നമ്മൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് സാമ്പിൾ സ്മോൾ ആണെങ്കിൽ, സാമ്പിൾ ഈസ് സ്മോൾ, നമ്മൾ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു, ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. സാമ്പിൾ ലാർജ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റും, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ നമ്മൾ ഏത് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത്, ടി ടെസ്റ്റുമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി μ1 ഈസ് ഈക്വൽ ടു μ2 അല്ലേ എന്ന് നോക്കി. പിന്നെ സാമ്പിൾ ലാർജ് ആണോ സ്മോൾ ആണോ നോക്കി. ലാർജ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ്, സാമ്പിൾ സ്മോൾ ആണെങ്കിൽ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളിത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 3 ടെസ്റ്റ് സ്റ്റാറ്റിക്
അതിൽ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇതാണ് നമ്മുടെ സമവാക്യം. എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 മീൻ എക്സ് ബാർ 1 പിന്നെ മീൻ രണ്ടാമത്തേൻ്റെ എക്സ് ബാർ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ കേട്ടോ. എക്സ് ബാർ 1 മൈനസ് എക്സ് ബാർ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. എക്സ് ബാർ 1ഉം എക്സ് ബാർ 2ഉം മറ്റേ നമുക്കറിയാം മീനുകളാണെന്നറിയാം. ഇനി സ്റ്റാൻഡേർഡ് എറർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെൻ 2 സാമ്പിൾ ആർ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് ഒരേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ, രണ്ടിനും ഒരേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഇതിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഒരേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 1/n1 പ്ലസ് 1/n2 എന്നുള്ളതാണ് സെയിം ആണെങ്കിൽ. വെൻ 2 പോപ്പുലേഷൻ ആർ ഡ്രോൺ വിത്ത് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ, ബി ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ ഈ സമവാക്യമാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. ഇനി വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ, ഇനി അടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല. മൂന്നാമത്തെ കാറ്റഗറി സി കാറ്റഗറി. സി എന്ന് പറയുന്നത് സി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് s1 സ്ക്വയർ ബൈ n1 പ്ലസ് റൂട്ട് ഓഫ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2. ഇതാണ് അടുത്ത കേസ്. പിന്നെ നമുക്ക് പറയുന്നത് വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ സാമ്പിൾ ഈസ് സ്മോൾ. സാമ്പിൾ സ്മോൾ ആണ്, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയുകയുമില്ല. അപ്പോഴത്തെ സമവാക്യം ഡി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല, ആർ നോട്ട് നോൺ, സാമ്പിൾ ഈസ് സ്മോൾ. നമ്മൾ ടി ടെസ്റ്റാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സാമ്പിൾ ഈസ് സ്മോൾ. അപ്പോൾ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ n1 റൂട്ട് ഓഫ് വലിയ റൂട്ടാണ് കേട്ടോ, n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 അത് പിന്നെ ബ്രാക്കറ്റിൽ 1/n1 പ്ലസ് 1/n2. ഇക്വേഷൻ കാണുമ്പോൾ കുറച്ച് പേടിയാവും, പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല. റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 1/n1 പ്ലസ് 1/n2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ പറയാനുള്ളത് കേട്ടോ. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാൻ വേണ്ടി ടി ടെസ്റ്റ് ആണെങ്കിലും സെറ്റ് ടെസ്റ്റ് ആണെങ്കിലും, സെറ്റ് ടെസ്റ്റ് ആകുമ്പോൾ നമുക്കറിയാം അല്ലേ, സെറ്റ് ടെസ്റ്റ് ആകുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റീവ് ആയിരിക്കും അല്ലേ. സെറ്റ് ടെസ്റ്റിൽ ഇൻഫിനിറ്റീവ് ആണ്. നാലാമത്തെ സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റീവ് ആണ്. പിന്നെ ടി ടെസ്റ്റ് ആണെങ്കിൽ കാണാനുള്ള സമവാക്യം n1 പ്ലസ് n2 മൈനസ് 2 n1 പ്ലസ് n2 മൈനസ് 2 എന്നുള്ളതാണ് അതിൻ്റെ സമവാക്യം കേട്ടോ. ഇത്രയാണ് ചെയ്യാനുള്ളത്, ഇത്രയാണ്. പിന്നെ നമ്മൾ കാൽക്കുലേറ്റഡ് വാല്യൂം ടേബിൾ വാല്യൂം കാണുക, ഏതാണോ കൂടുതൽ നോക്കുക, അതിനനുസരിച്ച് അത് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടിയും പറയാം. ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻ എന്നുള്ളതാണ് രണ്ടാമത്തെ അല്ലേ. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ നോക്കുക, ഒന്നാമത്തെ പോയിൻ്റ് μ1 ഈസ് ഈക്വൽ ടു μ2, μ1ഉം μ2ഉം ഈക്വൽ അല്ലേ എന്നുള്ള കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ സാമ്പിൾ സൈസ് ലാർജ് ആണോ സ്മോൾ ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നു. 100ലും അല്ല 30ലും എബോവ് ആണെങ്കിൽ സെറ്റ് ടെസ്റ്റ് ആണ്, ലാർജ് ആണ്, അപ്പോൾ സെറ്റ് ടെസ്റ്റ്. 30 ബിലോ ആണെങ്കിൽ സ്മോൾ ആണ്, അപ്പോൾ നമ്മൾ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ഇനി ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണാനുള്ള സമവാക്യം x ബാർ 1 മൈനസ് x ബാർ 2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ.
ഈ സ്റ്റാൻഡേർഡ് എറർ കാണാൻ സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1/n1 + 1/n2. ഇനി ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1/2/n1 + സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2/2/n2. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് അറിയില്ല, അപ്പോൾ s1/2/n1 + s2/2/n2. അതും കഴിഞ്ഞു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ, സാമ്പിൾ ഈസ് സ്മോൾ. അപ്പോൾ എന്താ വരിക? √n1 s1² + n2 s2² divided by n1 + n2 - 2 other into 1/n1 + 1/n2. അത് കഴിഞ്ഞാൽ സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഇൻഫിനിറ്റീവ് ആയിരിക്കും. ടി ടെസ്റ്റ് ആണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വരിക? നമ്മളെന്ത് ചെയ്യുന്നു? എന്താ n1 + n2 - 2 ഡിഗ്രി ഓഫ് ഫ്രീഡം കാണാനുള്ള സമവാക്യമാണ് n1 + n2 - 2. എന്നിട്ട് നമ്മൾ ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂയും ടേബിൾ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതിനനുസരിച്ച് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അതെന്തെങ്കിലുമൊക്കെ സംശയം വരികയാണെങ്കിൽ ചോദിക്കുക. ഇത് വെച്ചിട്ടുള്ള ഒരു കണക്ക് നമുക്ക് എഴുതാം. ശ്രദ്ധിക്കാം. കണക്ക് എഴുതാം, ശ്രദ്ധിച്ചോളൂ. മീൻ ഈൽഡ് ഓഫ് ദ മീൻ yield of wheat, mean yield of wheat from a district of A, from a district of A was 210 lb. ഇതിൻ്റെ തൂക്കത്തിനെയാണ് LB എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. With standard deviation, with SD standard deviation 10 lb per acre from a sample of 100 plots അപ്പോൾ മീൻ yield ഓഫ് വീറ്റ് എന്ന് പറയുന്നത് A വാസ് 210 lb, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 ആണ്, പെർ ഏക്കർ ഫ്രം ദി സാമ്പിൾ എന്ന് പറയുന്നത് 100 പ്ലോട്ട്സ് ആണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഇൻ അനദർ ഡിസ്ട്രിക്റ്റ്, രണ്ടെണ്ണം വേണ്ടേ? കമ്പാരിസൺ അല്ലേ, ഈക്വാലിറ്റി അല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം വരുമ്പോഴാണ് ഇത് വരിക. ഈക്വാലിറ്റി നമ്മൾ താരതമ്യമാണ് ചെയ്യുന്നത്. ഇനി എന്താ പറഞ്ഞത്? In another district B എന്ന് പറയുന്ന ദിക്കിൽ, ബിയിൽ എങ്ങനെയൊക്കെയാണ് പറയുന്നത്? മീൻ എന്ന് പറയുന്നത് 200 lb, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 12 lb ഫ്രം എ സാമ്പിൾ. അവിടെ എത്ര പ്ലോട്ടാണുള്ളത്? ഫ്രം എ സാമ്പിൾ 150 പ്ലോട്ട്സ്, 150. ആദ്യത്തേൽ 100, ഇതിൽ 150 കേട്ടോ. 150 പ്ലോട്ട്സ്. നെക്സ്റ്റ്, അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ yield entire the state was 11 lb. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അസ്യൂം ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yield the entire state, മുഴുവനായിട്ടും എൻറ്റയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 11 lb ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് വെദർ ദർ ഈസ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ yield ഓഫ് ദി ക്രോപ്പ് ഇൻ 2 ഡിസ്ട്രിക്റ്റ്. രണ്ട് ഡിസ്ട്രിക്റ്റും തമ്മിൽ വല്ല സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മളോടിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ എഴുതിയാൽ ടെസ്റ്റ് വെദർ ദർ ഈസ് നോ വെദർ എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ yield ഓഫ് ദി ക്രോപ്പ് ഇൻ ദി 2 ഡിസ്ട്രിക്റ്റ് അല്ലേ. അപ്പോൾ രണ്ട് ഡിസ്ട്രിക്റ്റ്, A ഡിസ്ട്രിക്റ്റും B ഡിസ്ട്രിക്റ്റും. അതിലത്തെ എല്ലാ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ മൊത്തം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 11 lb എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത്രയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കണക്ക് ചെയ്യാം. അപ്പം H0 ഈസ് ഈക്വൽ ടു H0 എന്ന് പറഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് അല്ലേ. H0 ആണ്. μ1 ഈസ് ഈക്വൽ ടു μ2. ടെസ്റ്റിംഗ് ദി ഇക്വാലിറ്റിയാണ് നമ്മൾ നോക്കുന്നത്.
mu1 ഈസ് ഈക്വൽ ടു mu2. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞപ്പോൾ ഇതിൽ അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും h1 mu1 ഈസ് ഈക്വൽ ടു mu2 ഈസ് ഈക്വൽ ടു mu2 ആണ് വരിക. അപ്പോൾ സാമ്പിൾ ലാർജ് ആണ് അല്ലേ, ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സാമ്പിൾ എന്ന് പറഞ്ഞാൽ 100ഉം 150 അല്ലേ. അപ്പോൾ സാമ്പിൾ ഈസ് ലാർജ്, ലാർജ് ആണ്. അപ്പോൾ ദെർഫോർ വി അപ്ലൈ സെറ്റ് ടെസ്റ്റ് ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി സെറ്റ് കാണാനുള്ള സമവാക്യം സെറ്റ് ഈസ് ഈക്വൽ ടു x⁻1 മൈനസ് x⁻2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ അല്ലേ. ഇതല്ലേ സമവാക്യം, x⁻1 മൈനസ് x⁻2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. x⁻1 തന്നിട്ടുണ്ട്, x⁻1 ഈസ് ഈക്വൽ ടു 210, x⁻2 ഈസ് ഈക്വൽ ടു എത്ര തന്നിരിക്കുന്നത് 200 അല്ലേ, തന്നിട്ടുണ്ട്. ഇനി എസ് സി കാണാൻ, എസ് സി ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള സമവാക്യം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എൻറ്റയറിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് ഓഫ് എന്താ നമ്മൾ 1/n1 പ്ലസ് 1/n2. അപ്പം മുഴുവൻ എല്ലാറ്റിൻ്റെയും കൂടി 11 റൂട്ട് ഓഫ് 1/n1 എന്ന് പറഞ്ഞാൽ എത്രയും നമുക്ക് തന്നിരിക്കുന്നത് 100. ആദ്യത്തെ 100 പ്ലോട്ടായിരുന്നു പ്ലസ് 150 ഇങ്ങനെയല്ലേ ഇത് വരിക. അപ്പം ഇനി എങ്ങനെയും നമുക്ക് ഇത് നിങ്ങൾ ആദ്യം LCA എടുത്തിട്ട് ഇത് കണ്ടിട്ട് കൂട്ടിയിട്ട് അതിൻ്റെ റൂട്ട് കണ്ടിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 11 ഇൻറ്റു റൂട്ട് ഓഫ് 0.017 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് വെച്ചെങ്കിൽ 11 ഇൻറ്റു 0.1304 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.43. ഇങ്ങനെയാണ് 1.43 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരിക കേട്ടോ. 1.43 കിട്ടി. ഇനി നമ്മൾക്കിപ്പോൾ സ്റ്റാൻഡേർഡ് എററേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമ്മൾ സെറ്റ് ടെസ്റ്റിൽ അത് അപ്ലൈ ചെയ്യണം. സെറ്റ് ടെസ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ സെറ്റ് ഈസ് ഈക്വൽ ടു x⁻1 എന്ന് പറഞ്ഞാൽ 210 മൈനസ് 200 ഡിവൈഡഡ് ബൈ 1.43. അപ്പം എത്ര കിട്ടുന്നു 7. ഇപ്പോൾ എത്രയും നമുക്ക് ആൻസർ കിട്ടുക വെച്ചെങ്കിൽ അപ്പോൾ കിട്ടുന്നത് 7 ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 7 വരും. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 7 കിട്ടും കേട്ടോ. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് 5% ലെവൽ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻസ് 1.96 ആണ് വരിക അല്ലേ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. അപ്പോൾ കാൽക്കുലേറ്റഡ് വാല്യൂയിൽ എവിടെ കൂടുതൽ, കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദി ടേബിൾ വാല്യൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റഡ് വാല്യൂയിൽ എവിടെ കൂടുതൽ. അപ്പോൾ സോ വി റിജക്ട് ദി നൾ ഹൈപ്പോത്തിസിസ്. Reject the null hypothesis. അപ്പം mu1 ഈസ് നോട്ട് ഈക്വൽ ടു mu2. mu1ഉം mu2ഉം ഈക്വൽ അല്ല. ഇതാണ് നമ്മുടെ കണക്ക് കേട്ടോ. അപ്പോൾ ഈ കണക്ക് എല്ലാവരും ചെയ്തു നോക്കുക നല്ല രീതിയിൽ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിലുള്ള പ്രോബ്ലം ഒന്നുമില്ല. x⁻1 മൈനസ് x⁻2 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ കേട്ടോ. അതിലാണ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, ഓക്കെ.